പത്രം തുറക്കാൻ വേണ്ടിയാ. എന്തിനും തർക്കവും ബഹളവും വഴക്കും തന്നെ. സ്നേഹമില്ല. സ്നേഹമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നറിയാ നമ്മളെ കുഞ്ഞുനാളിലെ. അപ്പൊ അതൊക്കെ എവിടെ ഇരിക്കണ്? ആർക്കും ക്ഷമയില്ലല്ലോ. എടുത്തിയാട്ടം ഒന്ന് പറയാൻ രണ്ടൊരു തമ്മിൽ തല്ലും, വസ്തു തർക്കവും, പൈസ, അത് ഇതിന്റെ പേരിൽ ആർത്തി മൂത്ത ആൾക്കാര്. എന്താ ഒരു ഒത്തൊരുമ, ഒരമ്മ വെറ്റ അടിയന്മാര്. എന്നാ ചായ കുടി. അളിയ മാക്രിക്ക് മസിൽ വന്ന എവിടെ പോന്നു? വീട് മാറിയോ? നമ്മളെവിടെ അല്ലേ? അല്ല, എന്റെ പെങ്ങളുടെ വീട്ടിലെ രണ്ടാളിയന്മാരുണ്ട്. അവരിങ്ങനെ ഒരുമിച്ച് ജീവിക്കണ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ അതാണ് കുഴപ്പം. നമ്മള് സ്നേഹത്തോടെ ഒരുമയോടെ ഇരിക്കുന്നത് ആർക്കും പിടിക്കുന്നില്ല. സത്യം പറഞ്ഞാ ഇവര് തമ്മിലൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇവരാണ് നമ്മളെ ഇല്ലാതാക്കുന്നത്, ചീത്തയാക്കുന്നവരാ. എന്ത് പറ്റിയത് ഇവിടെ? തങ്കം, തങ്കം, ഒന്നുകൂടി വന്നാരി, ഒരു അത്ഭുതം കാണിച്ചു തരാം. രണ്ടുപേര് ഒരുമിച്ചിരിക്കുമ്പോ വലിയ തമാശ. നിനക്കെന്താ കുഴപ്പം? നിനക്കെന്ത്? അല്ല കണ്ടില്ലേ ക്ലീറ്റോ? ഇത് കനകൻ അടുത്തടുത്തിരിക്കുന്നു, പത്രം വായിക്കുന്നു. പത്രം പങ്കിട്ടിട്ട് വായിക്കും. ഞങ്ങളെ ഇതുപോലെ അടുത്തിരുന്നവരാ. അല്ലല്ല, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. നിങ്ങൾ ഇങ്ങനെ ഇരിക്കരുത്. അപ്പൊ ഞങ്ങൾ അടുത്തിരിക്കുന്നതാണ് വലിയ കുഴപ്പമായി പോയി. ഇവര് തന്നെയാണ് പല പ്രശ്നങ്ങളും പറഞ്ഞ് നമ്മൾ തമ്മിൽ അടുപ്പിക്കണേ. അതിപ്പോ മനസ്സിലായല്ലോ. എന്തായാലും ഉണ്ടല്ലോ, എനിക്ക് 6 മണിക്ക് തന്നെ അവിടുന്ന് ഇങ്ങോട്ട് പുറപ്പെട്ട് വരാൻ പറ്റിയത് നന്നായി. കാരണം ഇങ്ങനെ ഒരു കൺകുളിർക്ക് ഒരു കാഴ്ച കാണാലോ. അമ്മാവൻ വന്നോണ്ട് എനിക്കും ആ കാഴ്ച കാണാൻ പറ്റും. അവൾക്ക് കുഴപ്പമൊന്നുമില്ലടാ. ഇപ്പൊ ഈ കഴുത്തിലെ മുഴ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും പേടിയാണല്ലോ. അതുകൊണ്ട് കീറിയിട്ട് എന്തോ ടെസ്റ്റിനെ വിട്ടു. ബയോപ്സി അയച്ചു. അയച്ചു, ഒരു കുഴപ്പമില്ല. അതെന്തോ ചൂടുകൂരാ. അതൊരു ഭാഗ്യല്ലേ. പിന്നെ അമ്മ അതിപ്പോ അനിയത്തിനെ കണ്ടിട്ട് കുറെ കാലായില്ലേ, കണ്ടപ്പോ അവിടെ നിക്കണം. ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് വരാന്ന്. അമ്മ എന്തെങ്കിലും കാര്യം കിട്ടാൻ കാത്തിരിക്കും. അതുകൊണ്ടല്ലേ അവിടെ സഹായത്തിനൊക്കെ ആള് വേണ്ടേ? ആഹാരം വെക്കാനല്ലേ? പിന്നെ അടുക്കളയിൽ ആള് വേണ്ടേ അവിടെ? പിന്നെ പോടെ അവിടുന്ന് ഒരു ആളും വേണ്ട അവിടെ. എല്ലാ കാര്യം അളിയനാ നോക്കണം. ശിവാനന്ദമ്മ പിന്നെ കഴുത്തിലെ മുഴ വന്നു എന്ന് അറിഞ്ഞ മുതൽ നിലം തൊടിയിച്ചിട്ടില്ല. തുണി തിരുമ്പി കൊടുക്കണു, പാത്രം മോർന്നു, ഭക്ഷണം വെച്ചു കൊടുക്കണു, എല്ലാ പണിയെടുക്കും. അത്ഭുതം തോന്നിപ്പോയി. ഇന്നലെ രാത്രി ഞാൻ പോരാണല്ലോ, സ്പെഷ്യൽ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് ചപ്പാത്തിയും കിഴങ്ങ് കറി. ആ ചപ്പാത്തി ഒന്ന് പിടിച്ചു നോക്കണം എന്റെ കനക, പൂവ് പോലെ. ഇവിടെ ഓരോന്ന് ചപ്പാത്തി ഉണ്ടാക്കും. അത് കീറി മുറിക്കണമെങ്കിൽ 2 കൈയും പറ്റില്ല. എവള് മെനിയാന്നുണ്ടാക്കിയ ചപ്പാത്തി ഞാൻ വട്ടവാളി കൊണ്ട് മുറിപ്പിച്ചോണ്ടു. ചപ്പാത്തി മൂടി കിടക്കാം നമുക്ക് പുതപ്പായിട്ട്. അതിനൊക്കെ കൈപുണ്യം വേണം, കൈപുണ്യം. അത് തന്നെ. ഭർത്താക്കന്മാരുണ്ടാക്കി തരുന്നത് തിന്നാനേ ഭാര്യമാർക്കൊരു യോഗം വേണം. പിന്നേന്നല്ല, ഞങ്ങൾ ഉണ്ടാക്കുന്ന ചപ്പാത്തി മറ്റേ മുറിക്കാനും പുതയ്ക്കാനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ മുറിക്കാനും പുതയ്ക്കാനും ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? നീ 24 മണിക്കൂർ അടുക്കള കാണാനല്ലേ, പിന്നെന്താ അങ്ങനെ പറയുന്നത്? അതെ, 24 മണിക്കൂർ അടുക്കളല്ല, തിന്നാനും കുടിക്കാനും. അളിയാ നന്ദി എന്ന് പറയുന്നത് ശകലവും ഇല്ലളിയാ അവളുമാർക്കൊന്നും. നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താലും അയ്യോ. നിങ്ങൾ എന്താ ചെയ്തു തന്നിട്ടുള്ളത്? എടി എന്താ ചെയ്തു തരാത്തെ? ഒരു കട്ടൻ ചായ ഇട്ട് തന്നിട്ടുണ്ടോ? ഒരു ചമ്മന്തി അതരച്ചു തന്നിട്ടുണ്ടോ? അളിയാ നമ്മൾ ആണുങ്ങള് കുടുംബം പോറ്റാനായിട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കണ്ടവന്റെയൊക്കെ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞ് തിരിഞ്ഞ് വല്ല നക്കാപ്പിച്ച കിട്ടി അത് കൊണ്ടുവന്ന് കുടുംബത്തിനെ പോറ്റി കുടുംബത്തിനെ സന്തോഷത്തോടെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി എന്തെല്ലാം ത്യാഗം സഹിച്ചിരിക്കുമ്പോൾ ഇനി അടുക്കളയിൽ കയറി ഇതും കൂടെ ചെയ്തു കൊടുക്കണമെന്ന്. നീ ആരാര്യം പറഞ്ഞു? ഞാൻ നിന്റെ കാര്യം. അല്ല, അങ്ങനെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആണുങ്ങളെ അടച്ചാക്ഷേപിച്ചാൽ കേട്ടോണ്ടിരിക്കാൻ എനിക്ക് പറ്റൂല. പനി വന്ന് കിടക്കാവോ? ചൂടുവെള്ളം തിളപ്പിച്ച് പോലും തരത്തില്ല. അത് ഈ പനി പോലെ നിസാരല്ല. നിങ്ങളുടെ കഴുത്തിന് അതേമാതിരി മുഴ വരട്ടെ, അപ്പൊ ഞങ്ങൾ ആണുങ്ങൾ ചെയ്ത് വരട്ടെ. എന്റെ മോളെ ഇത് അതൊന്നുമല്ല. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇതൊക്കെ അറിയണം. ഇത് അറിയാൻ പാടില്ലാതെ ഈ പ്രസംഗം അല്ല. എല്ലാ വീട്ടിലും ഈ ആണുങ്ങൾ അടുക്കളയിൽ പാചകം ചെയ്യാത്ത അറിയാഞ്ഞിട്ടാന്ന് കരുതി. അപ്പൊ നിങ്ങൾക്ക് എന്താ പണി? അതുകൊണ്ടാ ഞങ്ങൾക്ക് അടുക്കള കയറി പാചകം ചെയ്താൽ മതിയാ. ഒരുപാട് ജോലിയില്ലേ വെളിയിൽ. ഒരു കാര്യം ചെയ്യും, നാളെ മുതൽ ജമന്തി പോസ്റ്റ് കയറാൻ പോവാ. നീ എന്റെ പൊതുപ്രവർത്തനം നല്ല അന്തസ്സായിട്ട് ചെയ്തിട്ട് വരും പെണ്ണുങ്ങളാ. ഇത് തന്നെയാണ് അടുക്കള കേറുമ്പോ അറിയാം. ഒരു കാര്യം അറിയാല്ല, ആണുങ്ങൾ അന്തസ്സായിട്ട് പാചകം ചെയ്യും. പെണ്ണുങ്ങളൊക്കെ നന്നായിട്ട് ആണുങ്ങളാണ് പാചകം. ഉറപ്പല്ലേ? ഞാൻ ഒരു കാര്യം പറയാം, പുരാണം നോക്ക്, നാളെയാണ് പാചകം ചെയ്യണത്, നളിയല്ലേ. ഹോട്ടലിൽ ആരാ ചെയ്യുന്നത്? ആണുങ്ങളല്ലേ ചെയ്യുന്നത്. നമ്മളെ കുമാരന്റെ ഷാപ്പിൽ ആരാണ് ഇത്ര നന്നായിട്ട് കറിയ? ആണുങ്ങളാ.
നിങ്ങൾ ഇങ്ങനെ അവിടുത്തെ ലോകത്തെ കാര്യം പറയാതെ ഈ കുടുംബത്തെ കാര്യം പറയാം. നിങ്ങൾക്ക് എന്താ അറിയാൻ ചെയ്യാനായിട്ട്? നിങ്ങൾക്ക് എന്ത് വേണം? ആ, എന്താ അറിയാം? ചെയ്ത് കാണിക്കണം. ഒരു ദിവസം പെണ്ണുങ്ങൾ അടുക്കള കയറിയില്ലെങ്കിലേ പട്ടിണി കിടക്കും. നിങ്ങൾ അല്ലെങ്കിൽ കടയിൽ പോയി മേടിച്ചിട്ട് വരും, അല്ലാതെ ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ തർക്കിക്കണ്ട. നിങ്ങൾ പെണ്ണുങ്ങളെക്കാൾ നന്നായിട്ട് പാചകം ചെയ്യാൻ ഞങ്ങൾ ആണുങ്ങൾക്ക് അറിയാം. അതാ ചെയ്യൂലാത്ത പറ്റുണ്ട്. ഞങ്ങൾ ചെയ്യുന്നൊക്കെ നന്നാ നിങ്ങൾ ചെയ്യോ? വർത്താനത്തിനേ ഉള്ളൂ. നിങ്ങളെ കണ്ടിട്ട് അളിയാ നീ നാക്കും കൂടെ എവളുമാർക്ക് കൊടുക്കാറുണ്ടെങ്കിൽ ഉണ്ടോ? അയ്യോ തർക്കിക്കണ്ട, ബെറ്റ് വെക്കാം. ഇന്ന് 10 മണിക്കുള്ള ചപ്പാത്തിയും കിഴങ്ങ് കറി നമ്മളും വെക്കണു, ഇവരും വെക്കണു. ആര് വെച്ചതാ ടേസ്റ്റ് നോക്കാം. അതായത് നമ്മള് വേറെ വെക്കുന്ന അവര് വേറെ എങ്കിലും ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. എന്ത് പറയണ? ശരി, ചപ്പാത്തി കിഴങ്ങ് ഇതാണ് ഞങ്ങളോട് മത്സരിച്ചിട്ട് നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ തോക്കും. വാചകം അടിക്കാത്ത കാര്യത്തിലേക്ക് ഇറങ്ങും നിങ്ങൾ. ആരാ വാചകം അടിക്കണ? നിങ്ങളല്ലേ. ഇനി നിങ്ങൾ ബെറ്റിനുണ്ടോ? സമ്മതിച്ചോ ഇല്ലയോ അത് പറയും. ഞങ്ങളോട് മത്സരിക്കാൻ നിങ്ങളുണ്ടോ? ഞങ്ങള് പറ്റി വെക്കണം. ഇതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക്. എന്നാ ശരി, ആര് ജയിക്കണോ അവർക്ക് ഇന്ന് ഉച്ചയ്ക്ക് അമ്മാമന്റെ വക ബിരിയാണി. ജയിക്കണം പറയുമ്പോ ടേസ്റ്റ് കൂടുതലുള്ള ആർക്കാണ്? അതാണ് ആരുണ്ടാക്കുന്ന ചപ്പാത്തിക്കും കിഴങ്ങ് കറിക്കാൻ ടേസ്റ്റ് കൂടുതൽ. ദാറ്റ് മീൻസ് നമ്മുടെയാണ് കൂടുതലെങ്കിൽ അവര് നമുക്ക്. അല്ലല്ല, ഞാൻ അവർക്ക് ബിരിയാണി മേടിച്ചോളൂ. അപ്പൊ ഇപ്പൊ തന്നെ മേടിച്ചോ? ഇപ്പൊ തന്നെ മേടിച്ചോ? പിന്നെ വിശ്വാസം തോക്കുന്നവരെ ഉണ്ടാവും. അതാ ഇതെന്തെന്നറിയാമോ അമ്മ എവളുമാരെ ഉണ്ടാക്കി തരണ എന്തും നമ്മൾ ഒരു വകയും പറയാതെ തിന്നു. ആ ഒരു ആത്മവിശ്വാസമാണ് ഇപ്പോഴും കിടക്കുന്നത്. അത് തോക്കുന്നവരെ മതി. മോളെ, നിങ്ങൾ ജയിച്ചാൽ അമ്മാമൻ ബിരിയാണി മേടിച്ചു തരും. ഞങ്ങൾ ജയിച്ചാൽ ഇന്ന് വൈകിട്ട് ഞങ്ങൾക്ക് ഇവിടെ കൂടാനുള്ള സമ്മാനം പറ്റുമോ? നിങ്ങൾ തോറ്റാല് ഈ ഇടക്കിടക്ക് സന്ധ്യക്കുള്ള ഈ പരിപാടി ഇല്ലേ അതങ്ങ് നിർത്തിയാക്കണം. ഈ പെണ്ണിനെ കൊണ്ട് തോറ്റ് ഞങ്ങളെ കുടിപ്പിച്ച് ഇറങ്ങുള്ളൂ. അപ്പൊ ജയിച്ചു അടിക്കാതില്ലേ? നീ ചുമ്മാ ചുമ്മാ എടീ നമ്മളെ മദ്യപിക്കാൻ വയ്യ. അതെ, വെറുതെ നിങ്ങൾ ജയിപ്പിക്കല്ലേ? തോൽക്കും, ഞങ്ങൾ എന്നും കഴിക്കേണ്ടി വരും. വർത്താനം പറഞ്ഞിരിക്കാതെ അടുക്കളയിലോട്ട് പോകാൻ നോക്കും. ഞങ്ങക്ക് 10 മിനിറ്റ് മതി. ആണല്ലോ. എന്നാ ഒരു മിനിറ്റ്. എന്റെ മൊബൈൽ അല്ല, ടോസ് ഇടാം. അടുക്കളക്ക് ടോസ്. ഞങ്ങൾക്ക് ഏതെടുക്കണം, നിങ്ങൾക്ക് ഏതെടുക്കണം. അതെന്താ അറിയോ, ചില ഈ അടുക്കള എന്നത് കിട്ടോണ്ടാണെന്ന് പറഞ്ഞു ഞാൻ പറയാം. അവസാനം പറയൂ. അപ്പോ ഹെഡ് വീണാൽ കനക ആണുങ്ങൾക്ക് നമ്മുടെ അടുക്കള. അല്ല വേണേ ഒരു ഹെഡ് ഇട്ടല്ലോ. ഞങ്ങൾക്ക് എന്താ അപ്പൊ ഹെഡ് വീണാൽ നമുക്ക് ഈ അടുക്കള, അവർക്ക് അടുക്കള. ഹെഡ് വീണാൽ മതി, മനസ്സിലായി. അമ്മ വീട്ടോ. ഇതാണ് ഉടുപ്പ കൂടിയാ. അല്ലാതെ ഇതിലൊക്കെ സംഭവം പറഞ്ഞപ്പോ വെല്ലു വിളിച്ചിട്ടൊക്കെ വന്നു. എനിക്കിപ്പോ ഇത് കണ്ടിട്ട് യുദ്ധഭൂമി കൊണ്ട് നിർത്തിക്കണ പോലെയാണ്. അതിനൊക്കെ പരിചയം വേണം. ഇത്ര കൊല്ലായി ഒറ്റയ്ക്ക് വെച്ചുണ്ടാക്കി തിന്നണു ഞാൻ. നിന്റെ അടുത്താണ് അവരുടെ വെല്ലുവിളി. തുടങ്ങിക്കോ. ഗോതമ്പ് മാവ് എടുത്തിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ കുഴക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ശരി, അവിടെ സംഭവം ഉണ്ടായിരുന്നു. അതെ, പുതുതായിട്ടൊരു ഉറുമ്പ് പഠിക്കാൻ എന്തെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഉഷാറായിരുന്നു സംഗതിക്ക്. പേടിക്കണ്ട, ഇന്ന് നമ്മൾ ബെറ്റില് ജയിക്കും. എന്നും അടിയല്ലേ? നിനക്ക് ഉറുമ്പടിക്കണ വേദന മാവൊന്ന് വിളിച്ചേ. നാത്തൂനെ നമുക്കൊന്നു പോയി സഹായിച്ചാലോ അവരെ? ഒരാവശ്യമില്ല. അഹങ്കാരം അത്രയൊന്നും ആയിരുന്നില്ലല്ലോ. ഒരു കാര്യമില്ലാതെ കൂടെ ഏറ്റെടുത്തല്ലേ അങ്ങോട്ട് ചെയ്യട്ടെ. അങ്ങോട്ട്